പണ്ടൊരു യുവനടി സിദ്ദിഖിനെതിരെ മീറ്റു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ സ്ത്രീകൾക്കെതിരായി ഈ സ്ത്രീകളെ അണിനിരത്തുക എന്ന തന്ത്രം ഈ താരസംഘടന ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇരകളെയും വേട്ടക്കാരെയും ഒറ്റ കോൺക്ലേവിൽ കൊണ്ട് കെട്ടാനുള്ള കപട നാടകമാണ് ഇടതുമുഖമുള്ള ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ എന്ന വാക്ക് എന്ന പേര് സാംസ്കാരിക കേരളത്തിലെ ഒരു മുഴുത്ത തെറിയായി പരിണമിക്കപ്പെടുവാൻ അധികം താമസമില്ല. വേട്ടക്കാരായി ഒളിഞ്ഞിരിക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടി കൈക്കൊണ്ടാൽ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി തകരുക? അങ്ങനെ തകരുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അത് തകർന്നടിയുക തന്നെ വേണം, അതിന്റെ അസ്ഥിവാരം തോണ്ടുക തന്നെ വേണം. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന നോവലിനെ ചലച്ചിത്ര ഭാഷ്യം നൽകി നമുക്ക് മുന്നിൽ എത്തിച്ചത് ശ്രീമാൻ രഞ്ജിത്താണ്. എന്തായിരുന്നു പാലേരി മാണിക്യത്തിന്റെ കഥ എന്ന് നമുക്കറിയാവുന്നതാണ്. കേരളത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനം രൂപപ്പെടുന്ന ആ ഒരു സമയത്ത് കേരളത്തിൽ നടന്ന ഒരു പെൺ കൊലപാതകത്തിന്റെ, ഒരു മാനഭംഗ കേസിന്റെ, ഒരു കൂട്ട ബലാത്സംഗത്തിന്റെ കഥയായിരുന്നു പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്നത്. മാണിക്യം എന്ന പെൺകുട്ടിയെ അതിദാരുണമായി കൊല ചെയ്തതിന്റെ, അതിന് പിന്നാലെ പോകുന്ന ഒരു ഡിറ്റക്റ്റീവിന്റെ കഥയായിരുന്നു ആ സിനിമയിലെമ്പാടും നമ്മൾ കണ്ടത്. ത്രില്ലടിപ്പിക്കുന്ന കഥാമുഹൂർത്തങ്ങൾക്കിടയിലും നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടെ കണ്ടത് മുരിക്കിൻകുന്നത്ത് അഹമ്മദ് ഹാജി എന്ന നെറികെട്ട മനുഷ്യന്റെ ജീവിതമായിരുന്നു. അത്തരത്തിലുള്ള ഒരു ജീവിതം, പെണ്ണുങ്ങൾക്ക് നേരെ നടത്തിയ അതിക്രമങ്ങളെ കുറിച്ച് പറയുന്ന ആ സിനിമയുടെ ചലച്ചിത്രകാരൻ തന്നെ ആ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ കാസ്റ്റിംഗിനിടയിൽ ബംഗാളിൽ നിന്നും എത്തിയ ശ്രീലേഖ മിത്ര എന്ന നടിയോട് അപമര്യാദയായി പെരുമാറി എന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇടത് സഹയാത്രികനായ കേരളം ഭരിക്കുന്ന CPIM-ന്റെ ഏറ്റവും അടുത്ത ഒരു കലാകാരനായ അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവി എന്ന സ്വയവും ആരാധക വൃന്ദവും എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്ന രഞ്ജിത്തിനെ പോലെ ഇത്ര സൂഡോവായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകുമോ എന്നതിൽ നമുക്കാർക്കും രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതിന്റെ കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അയാൾ എഴുതിയിട്ടുള്ള കഥകളിലെല്ലാം, അയാൾ ചലച്ചിത്ര ഭാഷ്യം നൽകിയിട്ടുള്ള സിനിമകളിലെല്ലാം, തിരക്കഥകളിലെല്ലാം, ആദ്യകാല തിരക്കഥകളിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശം, സ്ത്രീകളെ ഒരു സ്ലേവറിയുടെ ഭാഗമായി കാണാനുള്ള വാഗ്ധോരണികൾ നിരന്തരം പ്രയോഗിച്ച ഈ രഞ്ജിത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാവുമെന്ന കാര്യത്തിൽ ഒരു സംശയത്തിന്റെയും ആവശ്യമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടാണ് 2 വർഷത്തെ അന്വേഷണ കാലയളവിന് ശേഷം, റിപ്പോർട്ട് സമർപ്പിച്ചതിനു ശേഷം 4 വർഷം പൂഴ്ത്തിവെക്കൽ കാലം നടത്തിയത് ഈ സർക്കാർ എന്നതിന്റെ ഏറ്റവും മികച്ച ഉത്തരമാണ് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആരോപണം. സർക്കാർ തങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, തങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായി ചേർന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള സൂഡോ കലാകാരന്മാരെ, സൂഡോ ബുദ്ധിജീവികളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പൂഴ്ത്തിവെച്ചത് എന്ന കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഏകദേശം 130ഓളം പേജുകളാണ് സർക്കാരിന്റെ കടും വെട്ടിന് ഇരയായിട്ട് ഇപ്പോഴും കാണാമറയത്ത് നിൽക്കുന്നത്. റിപ്പോർട്ട് വന്നതിന് ശേഷം 4 ദിവസത്തെ നീണ്ട മൗനത്തിന് ശേഷം AMMA ഇപ്പോൾ ഇതിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ്. ആരാണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്? അത് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖാണ്. സിദ്ദിഖ് എന്ന മാന്യനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. പണ്ടൊരു യുവനടി സിദ്ദിഖിനെതിരെ മീറ്റു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ സിദ്ദിഖ് ആ ഇടെ ചെയ്ത ഒരു സിനിമയിലെ മീറ്റു എന്ന കലർന്ന ഒരു വാക്പ്രയോഗമുള്ള ഒരു കോമഡി രംഗം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആ നടിയുടെ ആരോപണങ്ങളെല്ലാം പരിഹസിച്ച് തള്ളിയത് നമ്മൾ കണ്ടതാണ്. ഇതിനു പുറമെ പണ്ടൊരു താരനിശയുടെ ഭാഗമായി, ഒരു സ്റ്റേജ് ഷോയുടെ ഭാഗമായി കേരളത്തിലെ 2 മുതിർന്ന മഹാനടന്മാർക്കിടയിൽ ഇരുന്നു കൊണ്ട് സിദ്ദിഖ് അതിൽ ഒരാൾ നടത്തിയ ലൈംഗിക അധിക്ഷേപപരമായിട്ടുള്ള ആംഗ്യത്തെ, ലൈംഗികപരമായിട്ടുള്ള ചേഷ്ടയെ ചിരിച്ചുകൊണ്ട് എതിരേറ്റത്, ചിരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തത് കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും കണ്ടിട്ടുള്ള കാര്യമാണ്. AMMA വെറുതെ ഒരു പത്രസമ്മേളനം നടത്തി അങ്ങ് പിരിഞ്ഞു പോവുക മാത്രമല്ല ചെയ്തത്, അതിൽ 2 സ്ത്രീ കഥാപാത്രങ്ങളെ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ എന്ന മട്ടിൽ ജോമോളെയും അനന്യയെയും കൊണ്ടിരുത്തി അവരെ കൊണ്ട് തത്ത പറയിക്കുന്ന പോലെ ചില കാര്യങ്ങൾ അങ്ങ് പറയിപ്പിക്കുകയായിരുന്നു ചെയ്തത്. ജോമോള് പറയുന്നു, എന്റെ കഥയിൽ ആരും തട്ടിയിട്ടില്ല, എനിക്ക് ആരുടെ ഭാഗത്തു നിന്നും ഈ ഇൻഡസ്ട്രിയിൽ ഒരു
ദുരന്തം അനുഭവം ഉണ്ടായിട്ടില്ല, ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അത് എന്തുമാകട്ടെ, പക്ഷേ WCCയിലെ അല്ലെങ്കിൽ പാർവതി തിരുവോത്തിനൊക്കെ എതിരായിട്ട് അവർക്ക് ബദലായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്ന രീതിയിൽ ജോമോളിന്റെ അനുഭവത്തെ അവതരിപ്പിക്കാൻ നോക്കുന്നിടത്താണ് പ്രശ്നമുള്ളത്. ജോമോൾ പറയുന്നു, ആരുടെയും അവസരങ്ങൾ ആരും ഇല്ലാതാക്കുന്നില്ല, ഞാൻ സ്റ്റേറ്റ് അവാർഡ് നേടിയിട്ടുള്ളതാണ്, പക്ഷെ അതിനുശേഷം ഞാൻ സിനിമയിൽ സജീവമായിട്ടില്ലല്ലോ, എന്റെ അവസരങ്ങൾ ആരെങ്കിലും തട്ടിത്തെറിപ്പിച്ചത് കൊണ്ടല്ലല്ലോ അങ്ങനെ സംഭവിച്ചത് എന്ന്. അപ്പോൾ മാധ്യമപ്രവർത്തകർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിന്നതാണ്, അതുപോലെയല്ല പാർവതി തിരുവോത്തിന്റെയും രമ്യ നമ്പീശന്റെയും റീമ കല്ലിങ്കലിന്റെയും രേവതിയുടെയും ഒക്കെ കാര്യം. അവരെ മനഃപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നു ഉണ്ടായത്. പാർവതി തിരുവോത്തിനെ പോലെ ഇത്ര കാലിബർ ഉള്ള ഒരു നടിക്ക് നേരെ അന്നത്തെ ഫാൻസുകൾ, അന്നത്തെ മഹാനടന്മാരുടെ അനുചര വൃന്ദം നടത്തിയ പേക്കൂത്തുകൾ, അവർ നടത്തിയ അട്ടഹാസങ്ങൾ നമുക്ക് മറക്കാൻ കഴിയുന്നതാണോ? ഫെമിനിറ്റി എന്ന് വിളിച്ച് നിങ്ങൾ എത്ര പ്രാവശ്യം ഈ നടികളെ അപമാനിക്കുകയുണ്ടായി. സ്ത്രീകൾക്കെതിരായി ഈ സ്ത്രീകളെ അണിനിരത്തുക എന്ന തന്ത്രം ഈ താരസംഘടന ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അതിന് നാളുകളുടെ പഴക്കമുണ്ട്. പണ്ട് WCC ഉണ്ടായ ആ സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അന്നും ഒരു താരനിശ നടക്കുകയുണ്ടായി. ആ താരനിശയിൽ അമ്മയിൽ നിന്ന് ഇറങ്ങി വന്ന സ്ത്രീകളെ, അമ്മയിൽ നിന്ന് ഇറങ്ങി വന്ന നടിമാരെ അങ്ങേയറ്റം പരിഹസിക്കുന്ന രൂപത്തിൽ ഒരു സ്കിറ്റ് അമ്മയുടെ താരസംഘടനയിൽപ്പെട്ട ആളുകൾ, അവിടുത്തെ ഉണ്ടായിരുന്ന സ്ത്രീകളെ വെച്ചുകൊണ്ട് അങ്ങേയറ്റം അധിക്ഷേപകരമായിട്ടുള്ള ഒരു സ്കിറ്റ്, ഒരു കോമഡി സ്കിറ്റ് ആ കൂടി നിന്ന ജനങ്ങളെ എല്ലാം സാക്ഷിയാക്കിക്കൊണ്ട് അവതരിപ്പിച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? സ്ത്രീകളെ കൊണ്ട് തന്നെ സ്ത്രീകൾ ഉന്നയിക്കുന്ന ലൈംഗിക ആരോപണങ്ങളെ, അവരുന്നയിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെ അടിച്ചമർത്തുക, നേരിടുക എന്നൊരു നയമാണ് കാലങ്ങളായിട്ട് താരസംഘടനയായ അമ്മ നിറവേറ്റി പോരുന്നത്. ആ പരിപ്പൊന്നും ഇനിയും ഈ കലത്തിൽ വേവില്ല എന്ന കാര്യമാണ് ഇവിടെ ഓർക്കേണ്ടത്. ഈ അടുത്ത നാളുകളിൽ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ധന്യ രാജേന്ദ്രൻ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ച ഒരു വാക്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുമ്പോഴും, ഇത്രയൊക്കെ കോലാഹലങ്ങൾ ഈ ഇൻഡസ്ട്രിയെ ചുറ്റിപ്പറ്റി നടക്കുമ്പോഴും നിങ്ങൾ മഹാനടന്മാരെന്ന് വിളിച്ച സൂപ്പർ താരങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അവർക്കിതൊന്നും വിഷയമായി തോന്നുന്നതേ ഇല്ല എന്നതാണ് ഏറ്റവും ആശ്ചര്യജനകമായ കാര്യം. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണം, ഈ വെളിപ്പെടുത്തൽ, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇനിയും വെളിപ്പെടുത്തലുകളുടെ ഒരു തിരമാലകൾ തന്നെ ആഞ്ഞടിക്കുവാനുണ്ട്. ആ തിരമാലകളെയൊക്കെ നേരിടുവാനുള്ള ശക്തി ഇവിടുത്തെ പല വൻമരങ്ങൾക്കും ഉണ്ടോ എന്ന കാര്യം മാത്രമേ ഇനി സംശയാസ്പദമായിട്ടുള്ളൂ. എന്തുകൊണ്ട് അമ്മ ഹേമ കമ്മിറ്റിയിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുവാൻ ഇത്ര വൈകി എന്ന് ചോദിച്ചാൽ അതിനവർ മുന്നോട്ട് വെക്കുന്നത് തങ്ങളുടെ ആഘോഷ ദിനങ്ങൾക്ക്, തങ്ങളുടെ സ്റ്റേജ് ഷോയ്ക്കായിരുന്നു ഈ റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നതാണ്. ഇതൊരു സമൂഹത്തിനോട് കൊടുക്കാവുന്ന ഏറ്റവും ഉത്തരവാദിത്തഹീനമായിട്ടുള്ള, അങ്ങേയറ്റം പരിഹാസപൂർണമായിട്ടുള്ള ഒരു മറുപടിയാണ്. തങ്ങൾക്ക് ഈ റിപ്പോർട്ടിനേക്കാൾ, ഈ രാഷ്ട്രീയപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തിനേക്കാൾ അങ്ങേയറ്റം പ്രാധാന്യം തങ്ങളുടെ ആഘോഷ രാത്രികളാണ്, തങ്ങളുടെ സ്റ്റേജ് ഷോയാണ് എന്ന് പറയാതെ പറയുകയാണ് അമ്മ ചെയ്തിരിക്കുന്നത്. പകൽമാന്യന്മാരുടെ പേക്കൂത്ത് സംഘമായി മാറിയിരിക്കുന്ന AMMMA എന്ന ഈ സംഘടനയിൽ നിന്ന് ഇനിയും ആർക്കെങ്കിലുമൊക്കെ നീതി വാങ്ങിച്ചു കൊടുക്കാം എന്ന് അതിൽപ്പെടുന്ന സ്ത്രീജനങ്ങൾ, അതിൽപ്പെടുന്ന തണ്ടലുള്ള ആൺകുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു വിബല മോഹം മാത്രമാണ് എന്ന കാര്യം ഇവിടെ പറയട്ടെ. സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ നിർത്തുക എന്ന തന്ത്രത്തിന് പിന്നെയും മാനങ്ങളുണ്ട്. WCCയുടെ സ്ഥാപകാംഗമായിട്ടുള്ള ഒരു മുതിർന്ന വനിത കമ്മിറ്റി മുൻപാകെ, ഹേമ കമ്മിറ്റി മുൻപാകെ തനിക്ക് യാതൊരു തരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് മൊഴി കൊടുത്തതിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു അംഗത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചതൊക്കെ ദുരുദ്ദേശപരമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു അറസ്റ്റിന് പോലും തയ്യാറാകാതെ, ഒന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറാകാതെ, പരാതിക്ക് എവിടുന്നെങ്കിലുമൊക്കെ ആളുകൾ എത്തുമോ എത്തില്ലയോ എന്ന ആശയക്കുഴപ്പം സ്വയം ഉണ്ടാക്കി നിലനിൽക്കുകയാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത്. ഇരകളെയും വേട്ടക്കാരെയും
ഒറ്റ കോൺക്ലേവിൽ കൊണ്ട് കെട്ടാനുള്ള കപട നാടകമാണ് ഇടതുമുഖമുള്ള ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി സജി ചെറിയാൻ എന്ന വാക്ക് എന്ന പേര് സാംസ്കാരിക കേരളത്തിലെ ഒരു മുഴുത്ത തെറിയായി പരിണമിക്കപ്പെടുവാൻ അധികം താമസമില്ല. കാരണം അത്തരത്തിലുള്ള ജൽപ്പനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗൗരവമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു മന്ത്രി, ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി അല്പമെങ്കിലും ഒക്കെ ഉത്തരവാദിത്വത്തോടു കൂടി നിലപാടുകൾ മുന്നോട്ട് വെക്കേണ്ടതുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന, ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുള്ള സിനിമയിലെ താരങ്ങൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനങ്ങൾ ചെയ്യുവാൻ മത്സരിക്കുകയാണ് സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ കീഴിലുള്ള 2 മന്ത്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനുചിതമാണ് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിൽ തന്നെയും അനുചിതമായ കാര്യങ്ങൾ ചെയ്യുന്നത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ, തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാകുമ്പോൾ, തങ്ങളുടെ സർക്കാരിന് സംഭാവനകൾ വാരിക്കോരി നൽകുന്നവരാകുമ്പോൾ അവരെ സംരക്ഷിച്ചു നിർത്തേണ്ടത് തങ്ങളുടെ കടമയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സർക്കാരും അതിന് കീഴിലുള്ള ചില മന്ത്രിമാരുമാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിൽ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേട്ടക്കാരായി ഒളിഞ്ഞിരിക്കുന്നവർക്കെതിരെ ഉചിതമായ നടപടി കൈക്കൊണ്ടാൽ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി തകരുക? അങ്ങനെ തകരുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അത് തകർന്നടിയുക തന്നെ വേണം, അതിന്റെ അസ്ഥിവാരം തോണ്ടുക തന്നെ വേണം. അല്ലാതെ ഇത്തരത്തിലുള്ള അനീതിയെ വെച്ചു പുലർപ്പിക്കുകയല്ല ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടത്. അത് ഒരു ഭരണത്തിൽ വിശ്വാസമുള്ള, ഒരു ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവരെ, അത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ, അവരെ ഒതുക്കി മാറ്റി നിർത്തും, അവർക്ക് തൊഴിൽ നൽകാതിരിക്കും, അവരെ ഇൻഡസ്ട്രിയിൽ നിന്ന് ചവിട്ടി താഴെയിടും എന്ന അഹങ്കാരത്തിന്മേൽ കയറിയിരുന്നുള്ള നിങ്ങളുടെ ഭരണത്തിന്റെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇത് പുതിയ കാലമാണ്. വിളിച്ചു പറയുകളുടെയും പ്രതിരോധിക്കലുകളുടെയും പ്രതികരിക്കലുകളുടെയും കാലമാണ്. ഈ കാലത്ത് നിങ്ങളുടെ കനകസിംഹാസനങ്ങളെല്ലാം താഴെ വീഴും, നിങ്ങളുടെ ദന്തഗോപുരങ്ങളെല്ലാം കല്ലെറിഞ്ഞ് താഴെ ഇടപ്പെടുക തന്നെ ചെയ്യും.